എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ശമ്പള വിതരണത്തിൽ സ്ഥാപന മേധാവിമാരുടെ അധികാരം വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാഭ്യാസ ഓഫീസർമാർ വഴിയാകും ഇനി മുതൽ ശമ്പളം വിതരണം ചെയ്യുക. പുതിയ തീരുമാനത്തിനെതിരെ AHSTA രംഗത്തെത്തി. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എന്താണ് ഈ സർക്കാർ നടപടിയുടെ വിശദാംശങ്ങൾ? വേണു, വിദ്യാഭ്യാസ ഓഫീസർമാരുടെ ജോലിഭാരം കുറയ്ക്കാനെന്ന പേരിലാണ് ഒരു വർഷം മുമ്പ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ശമ്പള വിതരണം ഈ സ്ഥാപന മേധാവികളുടെ നിയന്ത്രണത്തിലാക്കിയത്. ഈ സ്ഥാപന മേധാവികൾ ഓൺലൈൻ വഴി ശമ്പളം നൽകുന്ന രീതിയായിരുന്നു തുടർന്ന് വന്നിരുന്നത്. പക്ഷേ ഇതിൽ പല തരത്തിലുള്ള തിരിമറികൾ, ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനി മുതൽ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ നിയന്ത്രണത്തിലായിരിക്കും ശമ്പളം വിതരണം ചെയ്യുന്നത്. സ്ഥാപന മേധാവികൾക്ക് ഉണ്ടായിരുന്ന അധികാരമാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ ഓഫീസർമാർ ഒപ്പിട്ട ബില്ലുകളായിരിക്കും ട്രഷറിയിൽ കൈമാറുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഈ ശമ്പളം ഈ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് എത്തുന്നത്. എയ്ഡഡ് സ്കൂളുകൾക്കും കോളേജുകൾക്കും ഈ ഉത്തരവ് ബാധകമാണ് എന്നതാണ് നിലവിൽ സർക്കാർ അറിയിച്ചിരിക്കുന്ന കാര്യം. നേരത്തെ എത്രയും വേഗം ഈ ശമ്പള വിതരണത്തിൽ കാലതാമസം ഉണ്ടാകാതിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്ഥാപന മേധാവികളുടെ നിയന്ത്രണത്തിൽ ബില്ലുകൾ കൈകാര്യം ചെയ്യുന്നതിനായി സർക്കാർ ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ അതിലുൾപ്പെടെ പല അപാകതകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും നേരത്തെ ഉണ്ടായിരുന്ന രീതി പുനഃസ്ഥാപിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. വേണു, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.